ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഫാർ ക്രൈ 4 ഗൈസ് വീണ്ടും വന്നിരിക്കുന്നത് ഗൈസ്. അതായത് ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭദ്ര എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്, അവളെ നമ്മൾ രക്ഷിക്കുകയൊക്കെ വേണം. അതുമാത്രമല്ല ഗൈസ്, ഇന്ന് നമ്മുടെ വില്ലേജിന് ആക്രമണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതെല്ലാം നമുക്ക് വഴിയേ നമുക്ക് നോക്കാം. എന്തായാലും ഗൈസ് നമുക്ക് കർമ്മ ഈവൻറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. കർമ്മ ഈവൻറ്റ് ആദ്യം അത് ചെയ്യാം. ഓ വാവ്, ഭയങ്കര ആക്യുറസിയാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എല്ലാവരും നമ്മൾ കാരണം വെടികൊണ്ട് ചാവുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് അവൻ നമ്മളെ തകർത്ത് വെച്ച് വെടിവെക്കുവാണ്. ഗൈസ് നമ്മൾ ചത്തം തോന്നുന്നു കേട്ടോ. ഓക്കെ, കിടന്നവനെ പോലും കൊല്ലാൻ പറ്റുന്നില്ല ഗൈസ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും ഗൈസ് ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ മിഷനിലോട്ട് കയറുകയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ മിഷനൊക്കെ തുടങ്ങി ഗൈസ്. ഇവിടെ ഇഷ്ടം പോലെ ഗണ്ണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളെ വെൽക്കം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഗൈസ് ഇഷ്ടംപോലെ ഗണ്ണും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഈ സ്റ്റോറി ഓടിച്ചു വിടാം ഗൈസ്. ഈ സ്റ്റോറി ആണെങ്കിൽ മെയിൻ പ്രശ്നമാണ്, നമ്മുടെ വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് ലെങ്ത്തും ആക്കും. അതുമാത്രമല്ല നമ്മൾ ചെറിയ ലാഗാണ് ഗൈസ്. ഈ സ്റ്റോറി സത്യം പറഞ്ഞാൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ ഇനി എനിക്ക് അറിയാത്തതാണോ എന്ന് പറഞ്ഞുകൂടെ. എന്തായാലും ഞാൻ സ്കിപ്പ് ചെയ്യാൻ നോക്കിയിട്ട് GTA 5 എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ സ്കിപ്പാകും, പക്ഷേ ഇതിൽ സ്കിപ്പാവുന്നില്ല. ഇനി എന്തെങ്കിലും വേറെ ബട്ടൺ വല്ലതും ആണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഗൈസ് നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. അങ്ങനെ ഗൈസ് നമ്മൾ അടുത്തൊരു സ്ഥലത്തോട്ട് പോകാനാണ് പറയുന്നത്. ഏകദേശം 5 മിനിറ്റ് നമുക്ക് സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കണം ഗൈസ്. ഏകദേശം ഒരു 700 മീറ്ററോളം ഉണ്ട്. പിന്നെ ഗൈസ് ഇതാകുമ്പോൾ നമ്മൾ പേടിക്കണം, നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ഇവിടെ എത്തിയിരിക്കും. ഈ ഒരു വണ്ടിയാണെന്നാലും നമുക്ക് അത് മാത്രമല്ല, ഇതിനകത്ത് പോകുമ്പോൾ ഈ വണ്ടിക്കൊക്കെ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഈ ഫാർ ക്രൈ 3-ക്കകത്താണ് 4-നകത്ത് ഇപ്പോൾ ഈ കളിക്കുന്നതിന് 3 ഞാൻ കളിച്ചിട്ടുള്ളൂ ഫാർ ക്രൈ സീരീസിൽ. പക്ഷേ ഈ 3-ക്കകത്ത് കളിച്ചപ്പോഴും വണ്ടിയൊക്കെ കാണാൻ പഴഞ്ചനായിരിക്കും, പക്ഷേ നല്ല സ്പീഡ് കാണും കേട്ടോ. നമ്മൾ കൈ എടുക്കുന്നത് ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു സ്പീഡുണ്ട് ഗൈസ്. ഈ ഒരു സ്പീഡ് തന്നെ എല്ലാ 3-ക്കകത്തും കാണും. ഇതേപോലത്തെ തന്നെ സ്പീഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗൈസ്. അവിടെ അവന്മാരൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ട്, നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ വെടി പൊട്ടും ഗൈസ്. പക്ഷേ അതൊന്നും നമുക്ക് അവിടെ നിർത്താൻ സമയമില്ല. നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റേ ഉള്ളൂ. നമ്മൾ എത്തി ഗൈസ്, എത്തി. സത്യം പറഞ്ഞാൽ അവന്മാരെ കൊന്നിട്ട് ചെല്ലാനുള്ള സമയമുണ്ട്, എന്നാലും നമ്മൾ ഒരുത്തനെ വണ്ടി ഇടിച്ചാൽ കൊന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് അതിനൊന്നും സമയമില്ല, അവിടെ നിർത്താൻ സമയമില്ല. ഇനി അങ്ങ് പോവാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ഗണ്ണ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ആക്സിലേറ്റർ ഏത് കൈ കൊണ്ടായിരിക്കും കൊടുക്കുന്നത്? അതൊന്നും അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും ഒന്ന് വരുന്ന വഴിക്ക് ഒരുത്തന്നെ വണ്ടി ഇടിച്ച് കൊന്നിട്ടുണ്ട് ഗൈസ്. ഇതെൻ്റെ കൈ കൊണ്ടാണ്, ആർക്കൊന്നും തോന്നരുത്. നമ്മളവിടെ അറിഞ്ഞുകൊണ്ട് ബ്രേക്ക് പിടിച്ചതല്ല ഗൈസ്. ഇവിടെ വെടിയും പുകയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് തീയൊക്കെ കത്തി ഗൈസ്. തീയാണ് നമ്മൾ ആദ്യമേ കാണുന്നത്, അതായത് ഇവിടെ സീനാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഗൈസ് വേണ്ട, ഇവിടെ ഫുള്ള് ഗൈസ് വെടിവെപ്പാണ്. എന്തായാലും നോക്കാം ഗൈസ്, പേടിപ്പോയി നോക്കാം ഗൈസ്. ഇവിടെ ഫുള്ള് വാറാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നല്ല യുദ്ധം നടക്കുകയാണെന്ന് തോന്നേ. എന്തുവാടാ ഇതൊക്കെ? ആരാടാ? ഓ, അത് ഇന്നസെൻറ്റ് പീപ്പിളായിരുന്നു, നമ്മളെ ആൾക്കാരായിരുന്നു. നമ്മൾ വെടിവെച്ച് വെറുതെ കൊന്നു. അതൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. നമുക്ക് ആൾ വരുമ്പോൾ വെടിവെക്കാനേ അറിഞ്ഞൂടാ. ഓ ദേ ഗൈസ്, അവനെ കൊന്നിട്ടുണ്ട്, ഒരുത്തനെ കൊന്നു. ഓ, ഇതുവഴി ആരോ പോകുന്നുണ്ടല്ലോ. എന്ത് ചെയ്യടാ ഹെലികോപ്റ്റർ? ഓ, ഹെലികോപ്റ്റർ ഒന്നും വെടിവെച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് നമ്മളാളാ ഗൈസ്. ഇപ്പോൾ അവനെ കൊന്നേനെ ഗൈസ്. ഇവന്മാരൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ല ഇതൊക്കെ ആരാന്നു ഗൈസ്. മറ്റവനെ കൊന്നു, ഒരുത്തൻ എന്ത് ചെയ്യണം, അവൻ കൊണ്ട് ഒളിച്ചിരിപ്പുണ്ട്. ഓ കിട്ടിയടാ, തീയത്തി ഗൈസ്. ഓക്കെ, നമ്മളെ കയ്യിൽ കുപ്പിച്ചില്ലൊക്കെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. ഏകദേശം ഈ ഒരു സൈഡിൽ 2 പേരാണ്. ഓക്കെ, അവൻ മറ്റേ ഇതുകൊണ്ട് വന്നതാണ്, മറ്റേ മോളിയായിട്ട് വന്നതാണ് ഗൈസ്. അവനെ എന്തായാലും കൊന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് അവിടെ അവനും അത് തന്നെയാണ് ഗൈസ്. ഈ ഒരു കൊല്ലാൻ്റെ സിമ്പിൾ ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനത്തെ സംഭവമായിട്ടായിരിക്കും വരുന്നത്, ഈ മോളിയായിട്ടൊക്കെ ആയിരിക്കും. അല്ലാത്തവരയിൽ ഗണ്ണും ആയിരിക്കും ഗൈസ്. എന്തായാലും അവനെ നമ്മൾ കൊന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒത്തിരി പേരുണ്ട്. നമ്മുടെ വില്ലേജ് മുഴുവൻ അവർ അടക്കി വാഴുകയാണ് ഗൈസ്, അതാണ് സത്യം. അതായത് നമ്മുടെ ഈ ഒരു വില്ലേജ് മുഴുവൻ അവർ അടക്കി വാഴുകയാണ്.
ഇവരെ മുഴുവനും കൊന്നൊടുക്കിയിട്ട് വേണം ഗൈസ് നമ്മൾ ഈ ഒരു സ്ഥലം രക്ഷിക്കാൻ നമുക്ക്. ഗൈസ് എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലത്തെ രക്ഷകനാണ്, രക്ഷിച്ചേ പറ്റൂ എന്തൊക്കെയാണേലും. അപ്പം നമ്മൾ ഇച്ചിരി പ്രൊഫഷണലായിട്ടൊക്കെ മൂവ് ചെയ്യണം. നമ്മൾ അയ്യോ പൊത്തോന്നെന്ന് പറഞ്ഞ് മൂവ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പടപടയെന്നൊക്കെ മൂവ് ചെയ്യണം. കാരണം വില്ലേജസൊക്കെ നമ്മളെ നോക്കുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ മൂവ് ചെയ്താലേ കാര്യമുള്ളൂ. അത് നല്ലൊരു ഷോട്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ഷോട്ട്. കറക്റ്റായിട്ട് അവൻ നിന്ന് വന്നു എനിക്ക്. എന്തുവാടാ അത് ഗൈസ്, അതെന്ത് സംഭവം എന്നൊരു പിടിയില്ല. നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ ചുമ്മാ അങ്ങ് മൂവ് ചെയ്യണം. ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് നമ്മൾ നോക്കുകയോ ചെയ്യില്ല, ഇങ്ങനെ അങ്ങ് മൂവ് ചെയ്തുകൊണ്ടങ്ങ് ഇരിക്കണം. അല്ലെങ്കിൽ വില്ലേജസ് നോക്കുമ്പോൾ എന്തുവാ ഇവനേതാ ഈ പോങ്ങൻ എന്നേ അവർ വിചാരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വിചാരിക്കുക ഇവൻ പ്രൊഫഷണല്ല, ഇവൻ ഇച്ചിരി സീനാണെന്നേ വിചാരിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹെലികോപ്റ്ററൊക്കെ എത്ര വെടിവെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ. എന്താ ഹെലികോപ്റ്റർ താക്കുന്നു ഗൈസ്. ഒരു ബുള്ളറ്റ് കൊണ്ട് കേട്ടോ, ഒരു ബുള്ളറ്റ് കൊണ്ട്. ഓക്കെ, ഒരുത്തൻ ചത്ത് ഹെഡ് ഷോട്ടായിരുന്നു ഗൈസ്. ഓക്കെ, നമ്മുടെ ആ ഗണ്ണിൻ്റെ വെടി തീർന്നു കേട്ടോ, കാരണം ഇനിയും ബുള്ളറ്റ് ഇല്ല. ഇനി എന്തോ എടുത്തിട്ട് പൊട്ടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ അമ്പും ബില്ലും മാത്രമേ ഉള്ളൂ കയ്യിൽ. എനിക്ക് തോന്നുന്നില്ല ഇത്രയും പേരെ ഈ അമ്പും ബില്ലും വെച്ച് കൊല്ലാൻ. അവന്മാരല്ല AK-47 വേണ്ട ഗൈസ്. അവന്മാർ ബോംബ് ഏതാണ്ടൊക്കെ പാർക്ക് എറിയുന്നുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ചാവും, പക്ഷെ നമ്മൾ ചാവത്തില്ല. അതാണ് നമ്മുടെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതെന്ത് തീ കത്തിച്ചിട്ട് എന്തോ സംഭവമാണ് ചെയ്യുന്നത്. അതെങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ, മുറിവ് എങ്ങനെ ഉണങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഫാർ ക്രൈ 3 അടിപൊളി ഹീലിംഗ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോഴും അമ്പും വില്ലും ഉപയോഗിക്കാൻ അറിയത്തില്ല. അതാണ് ഏറ്റവും നമ്മുടെ ഹൈലൈറ്റ് നമ്മുടെ ഈ ഗെയിമിലെ. എനിക്ക് പിന്നെ എന്താ നമുക്ക് ഇതാണെങ്കിലും യൂസ് ചെയ്യാം. ഏകദേശം ഗൺസ് വെച്ചിട്ട് കുഴപ്പമില്ല, വലിയ സീനൊന്നും ഇല്ല. പക്ഷെ അമ്പും വില്ലും ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഗൈസ്. ഇത് കൊള്ളാം കേട്ടോ, ഇത് കൊള്ളാം. ഡബിൾ ബാറിൻ്റെ ഒറ്റ അടി തീർന്നവൻ ഗൈസ്. ഇനി നമുക്ക് അടുത്ത ആൾ ഇവിടെ, അടുത്തയാൾ. ഗൈസ് നമ്മളെ ഇതൊന്നും ഇപ്പോൾ നോക്കാൻ സമയമില്ല ഗൈസ്. അവിടെ എങ്ങാണ്ട് ഒരുത്തനുണ്ട്. ഭദ്ര ഹെൽപ്പ് ചെയ്യാൻ. ഭദ്ര ചെയ്ത് മറ്റേ ആ പെണ്ണാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മൾ AK-47 എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇച്ചിരി സീനാണേ. ഓക്കെ, എന്ത് ചെയ്യടാ അത്, അവൾ എന്ത് ചെയ്യടാ, എല്ലായിടത്തും നമ്മൾ രക്ഷപിടിക്കും. എന്ത് ഗൈസ്, ഇവിടെ അവന്മാർ വെച്ചെറിയാണ്. അവനൊക്കെ ഇനി ഇടിച്ചിട്ടിട്ട് പോകുന്നു. കഴിഞ്ഞ് ഗൈസ്. ചത്തുപോയി. നമ്മളെ അവൻ വെടിവെച്ച് കൊന്നല്ലേ, പിന്നെ എങ്ങനെ അവൻ നമ്മളെ വന്ന് ഇടിച്ച് വെടിവെക്കുകയും ചെയ്തു. സാധാരണ അവൻ ചാവണ്ടയാണല്ലോ. എന്തായാലും നമ്മൾ വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹെൽപ്പ് ഭദ്ര എന്നാണ് പറഞ്ഞേക്കുന്നത് ഗൈസ്. അതാണ് നമ്മുടെ ചെക്ക് പോയിന്റ്. നമ്മൾ ചെക്ക് പോയിന്റ് വന്നിരിക്കുന്നു. ചന്തിക്കൊരു ഷോട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ തീർന്നു, അത്രേ ഉള്ളൂ. അതെ, ഡബിൾ ബാറിലൊക്കെ ഒറ്റ അടി മതി, അങ്ങ് അപ്പുറത്ത് ചെല്ലും അവനൊക്കെ ഗൈസ്. എന്തായാലും നമുക്ക് അവളെ രക്ഷിക്കണം ഗൈസ്. അവൾ എവിടായിരിക്കും? വീടിനകത്താണോ? വേണ്ട, ചത്തവനെ നിന്ന് കത്തു. അവനൊക്കെ വേണ്ട ഇതുവഴി വീണ്ടും വരുന്നു ഗൈസ്. ഇതെന്തോ സാധനമാടാ ഇത്. വീട് മുഴുവൻ കത്തുന്നു. ഇതിനകത്താണെന്ന് തോന്നുന്നു കേട്ടോ അവളപ്പോൾ. ഇതെങ്ങനെ ഇതിനകത്ത് കയറുന്നേ? അജയ്, ഭദ്ര എന്തി ഗൈസ്? ഭദ്രയെ കാണുന്നില്ല. കാണുന്നേ ഇല്ല. ഭദ്ര എവിടെ പോയി? എங்கே പോയാച്ച് ഭദ്ര ഗൈസ്? അവൾ എവിടെ പോയടാ? കാണുന്നില്ലല്ലോ. അവൾ മറ്റേ ലേഡി കമാൻഡോ ആയെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ. അവളെ ഞാൻ തോന്നുന്നു ഉദ്ദേശിക്കുന്നത്. ദേണ്ട മലന്ന് കിടക്കുന്നവള് ഗൈസ്. ഓക്കെ, നമ്മൾ അവളെ എടുത്തിട്ടുണ്ട്. എടുക്കുക, അത്രേ ഉള്ളൂ, വേറൊരു വഴിയില്ല. തൂക്കിയെടുത്തോണ്ട് പോയി. ഇവക്കൊക്കെ മുടിഞ്ഞ അഹങ്കാരമായിരുന്നു ഞാൻ വന്ന സമയത്ത്. അവളൊക്കെ സോക്കേട് നിൽക്കട്ടെ. എന്തായാലും കഥമൊക്കെ ഇടിച്ച് പൊളിച്ച് നമ്മൾ അപ്പുറത്ത് വന്നിട്ടുണ്ട്. നമ്മൾ മയങ്ങിയെന്ന് തോന്നുന്നു ഗൈസ്. മയങ്ങിയില്ലയോ? ഓക്കെ നമ്മൾ സെറ്റാണ് ഗൈസ്. അപ്പം എന്തായാലും നമ്മുടെ മിഷൻ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇവളല്ലായിരുന്നു കേട്ടോ അവള്, മറ്റവളായിരുന്നു ഇച്ചിരി സോക്കേട്. ഭദ്ര ഇച്ചിരി പാവമായിരുന്നു, കൊച്ചങ്ങാണ്ടായിരുന്നു. ഇവൾക്കാണ് ഇച്ചിരി സോക്കേട്. അപ്പോൾ ബൈ ഗൈസ്.